എല്ലാവർക്കും നമസ്കാരം. അപ്പം നമുക്ക് ചെമ്പനീർ പൂവിലെ സച്ചിയുടെയും രേവതിയുടെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് തന്നെ ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ചന്ദ്രമതി രേവതിയുടെ വീട്ടിലോട്ട് വരികയാണ്. തൻ്റെ പണം മോഷ്ടിച്ചത് ശരത്താണെന്ന് അറിയുന്ന ചന്ദ്ര വീട്ടിൽ വന്ന് ശരത്തിനെ ഒരുപാട് വഴക്ക് പറയുകയും തല്ലുകയും ചെരുപ്പൂരി തല്ലുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് കാണുന്ന രേവതി ചന്ദ്രയുടെ കൈ കയറി പിടിക്കുന്നു. എൻ്റെ അനിയനെ ഇനി നിങ്ങൾ തല്ലിയ നിങ്ങൾ വിവരം അറിയുമെന്നൊക്കെ പറയുന്നുണ്ട്. എന്താടി നിനക്കെന്നെ തല്ലണോ? സച്ചിയേട്ടൻ അമ്മയായിപ്പോയി ഇല്ലെങ്കിൽ എന്ന് പറയുന്നു. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, രേവതി നീ കാര്യം അറിയാതെ ആൻറ്റിയോട് സംസാരിക്കരുത്. നിൻ്റെ അനിയൻ ആൻറ്റിയുടെ കയ്യിലുള്ള പണം മോഷ്ടിച്ചെന്ന് ആൻറ്റി മനസ്സിലാക്കിയെന്ന് പറയും. പണം മോഷ്ടിക്കുമോ എന്ന് പറയും. അതറിയുന്ന രേവതി തലതാഴ്ത്തി നിൽക്കുകയാണ്. അതിനുശേഷം ശരത്തിൻ്റെ അമ്മ ചന്ദ്രമതിയുടെ ഒരുപാട് ക്ഷമയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ചന്ദ്രമതി അതിലൊന്നും സമാധാനപ്പെടത്തില്ല. ഇവനെ എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റേഷനിൽ എത്തിക്കണമെന്നാണ് പറയുന്നത്. ശരത്തിൻ്റെ കഴുത്തിനെ കുത്തിപ്പിടിച്ച് പോലീസ് സ്റ്റേഷനിലോട്ട് ആക്കാനായിട്ട് ഇറക്കുന്നു. ആ സമയത്ത് വീട്ടിലെ ബഹളവും ഒച്ചയെല്ലാം കേട്ടോട് നാട്ടുകാരെല്ലാം ഓടി വരികയാണ്. അവർ പറയുന്നുണ്ട്, ഇവിടെ കിടന്ന് ബഹളം അടിയൊന്നും കാണിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ സംസാരിക്കണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സച്ചി വരട്ടെ, സച്ചി വന്നതിന് ശേഷം സംസാരിക്കാമെന്ന് പറഞ്ഞ് ശ്രുതിയെയും ചന്ദ്രമതിയും അവിടുന്ന് മടക്കി അയക്കുകയാണ്. അതിനുശേഷം രേവതി ശരത്തിനോട് ദേഷ്യപ്പെടുകയാണ്. നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് രേവതി ഒരുപാട് അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉടനെ ലക്ഷ്മി ഒന്ന് പറയുന്നു, നീ ഒരുത്തൻ കാരണമാണ് നിൻ്റെ അച്ഛൻ മരിച്ചത്. നിനക്കറിയാമല്ലോ, മുമ്പ് നീ സച്ചിയുടെ ബൈക്ക് മോടിച്ചെന്ന് പറഞ്ഞ് കേസും പ്രശ്നങ്ങളൊക്കെ. അതിൻ്റെ പേരിലാണ് നിൻ്റെ അച്ഛൻ മരണത്തിന് കീഴടങ്ങേണ്ടി വന്നത്. അതിനുശേഷം അവരുടെ വായിൽ നിന്നുള്ള വഴക്ക് മുഴുവൻ നീ കേൾപ്പിച്ചു തന്നില്ലേ. എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നവരവർ. ഇനി നിൻ്റെ പേര് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് പോലീസുകാരൊക്കെ വന്നാൽ നിൻ്റെ ഭാവി എന്താവും, നിൻ്റെ ജീവിതം എന്താവും എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മി തന്നെ തലയ്ക്ക് അടിച്ചൊക്കെ ഞാൻ കരയുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറയും, ആൻ്റണിയായിട്ടായിരുന്നല്ലോ ഇവൻ്റെ കൂട്ടുസെറ്റ്, അവനായിരിക്കും ഇവന് മോഷ്ടിക്കാനുള്ളതെല്ലാം പറഞ്ഞു കൊടുത്തതെന്ന് പറയും. അത് ചേച്ചി ഞാൻ മോഷ്ടിച്ചിട്ടില്ല, പിന്നെ എന്താണ് ഞങ്ങളെ കണ്ടത്? ഈ ബൈക്കിൽ നിന്ന് പണം മോഷ്ടിക്കുന്ന വീഡിയോയിൽ ഞങ്ങളിപ്പോൾ കണ്ടത്. അത് ചേച്ചി ഞാൻ അന്ന് വീട്ടിൽ വന്നപ്പോൾ അവരെന്നെ കള്ളനെന്ന് പറഞ്ഞ് ഒരുപാട് ആക്ഷേപിച്ചു. അപ്പോൾ ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന് ചെയ്തു പോയതാ. അപ്പോൾ ദേവ് പറയുന്നുണ്ട്, അതെ നീ അന്ന് ചെയ്തത് ആൻ്റണിയുടെ കൂടെ അല്ലാതെ നിൻ്റെ സഹവാസം. അവൻ തന്നെ ആയിരിക്കും നിന്നെ മോഷ്ടിക്കാനും അവരുടെ പണം മോഷ്ടിക്കാനും ഒക്കെ പഠിപ്പിച്ചത്. ഇപ്പോൾ എന്തായി? അവൻ്റെ കയ്യിൽ തന്നെ ആയിരിക്കും നീ മോഷ്ടിച്ചതിൻ്റെ വീഡിയോ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അവനോട്ട് തെറ്റിയപ്പോൾ ആ വീഡിയോ അവൻ പോസ്റ്റ് ചെയ്തതാന്ന് പറയും. ഉച്ചയ്ക്കും വീഡിയോ ആൻ്റണി ചേട്ടൻ്റെ കയ്യിലല്ലായിരുന്നു ദേവിച്ച്, പിന്നെ ആരുടെയിലായിരുന്നു? അത് സച്ചേട്ടൻ്റെ ഫോണിൽ കിടന്ന വീഡിയോ ആയിരുന്നു പറയുന്നത്. അപ്പോഴത്തേക്ക് രേവതി ഷോക്കായി നിൽക്കും. സച്ചേട്ടൻ്റെ കൈ കിടന്ന വീഡിയോയോ? അതെ, സച്ചേട്ടൻ്റെ കൈ കിടന്ന വീഡിയോ ആയിരുന്നത്. അത് സച്ചേട്ടൻ അന്ന് എൻ്റെ കാല് തല്ലി ഒടിച്ചത് ആൻറ്റിയുടെ പണം മോട്ടിച്ചോണ്ടാന്ന് പറയും. ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്ന് പറയും. അത് ചേച്ചി അറിഞ്ഞ ചേച്ചി വിഷമിക്കുമെന്ന് എഴുതി സച്ചേട്ടനെല്ലാം മറച്ചു വെച്ചാന്ന് പറയും. അപ്പോഴത്തേക്ക് ലക്ഷ്മിയും ദേവും രേവതിയൊക്കെയും ഷോക്കാവുകയാണ്. കാരണം രേവതിയുടെ അത്ര സ്നേഹമുള്ളതുകൊണ്ടാണ് ശരത്താണ് പണം മോട്ടിച്ചതെന്ന് പറഞ്ഞാൽ രേവതിക്ക് സങ്കടം ഉണ്ടാവുമെന്ന് കരുതിയാണ് സച്ചിയെ കാര്യം മറച്ചു വെച്ചത്. എന്നിട്ട് പോലും ശരത്തിൻ്റെ കാല് തല്ലി ഒടിച്ചതിൻ്റെ പേരിൽ ലക്ഷ്മിയും രേവതിയൊക്കെ ശരത്തിനെ ഒരുപാട് കുറ്റപ്പെടുത്തി. എന്നിട്ട് പോലും സത്യം ഒരു കാരണവശാലും അവർ സച്ചി പുറത്ത് പറഞ്ഞില്ല. ഇതൊക്കെ കേൾക്കുന്ന ലക്ഷ്മി പറയും, ഈശ്വര ഞാൻ എന്തൊക്കെയാണ് സച്ചിയെ പറഞ്ഞത്? ഇത്രയും വലിയൊരു തെറ്റവൻ ചെയ്തിട്ട് പോലും അവൻ്റെ അമ്മയുടെ പണം അവൻ മോട്ട് ചെന്നിട്ട് പോലും അവൻ കുറ്റപ്പെടുത്തി ഒരു അക്ഷരം പോലും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവനോട് എന്ത് പറയും എന്നൊക്കെ പറഞ്ഞ് അവൻ കരയുകയാണ്. കരയാതെ അമ്മേ, സച്ചിയേട്ടനെ കുറിച്ച് നിങ്ങൾ ആരും ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. സച്ചിയേട്ടൻ എന്നും നമുക്ക് വേണ്ടിയാണ് ജീവിച്ചത്. സച്ചിയേട്ടൻ ഇപ്പോഴും ഇവന് കോളേജിൽ പരീക്ഷ എഴുതാൻ പറ്റാതിരുന്നപ്പോഴും ഒരു ദിവസം ഇവന് വേണ്ടി അദ്ദേഹം ജയിലിൽ കിടന്നു. അങ്ങനെ അന്നുണ്ടായ സംഭവങ്ങളൊക്കെ രേവതി ഇഷ്മയോട് പറയുകയാണ്. പിന്നെ എന്തെല്ലാം സഹായങ്ങൾ ഇവന് വേണ്ടി സച്ചിയേട്ടൻ ചെയ്തു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അവൻ ആൻ്റണിയായിട്ട് കൂട്ടുകൂടിയപ്പോൾ അവന് സച്ചിയേട്ടൻ ഒട്ടും അവന് എപ്പോഴും കുറ്റം പറയാൻ മാത്രമുള്ള ആളായിരുന്നു എന്നൊക്കെ പറയും. എന്നോട് ക്ഷമിക്കുക ചേച്ചി എന്നൊക്കെ പറഞ്ഞ് ശരത്തൻ കരയുന്നുണ്ട്. അതിനുശേഷം കലിയിളകിയ ചന്ദ്രൻ വീട്ടിലോട്ട് വരികയാണ്. ആ സമയത്ത് നമ്മുടെ രവി അങ്ങോട്ട് വരുന്നുണ്ട്. സത്യങ്ങളെല്ലാം ശ്രുതിയും കൂടി രവിയോട് പറയുന്നുണ്ട്. രവി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. നിങ്ങൾക്കായിരുന്നല്ലോ നിങ്ങളുടെ പൂക്കാരി മരുമോളെക്കുറിച്ച് അങ്ങ് ഭയങ്കര അഭിമാനം, അവൾ കള്ളം പറയത്തില്ല, സത്യസ്വരൂപമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇപ്പോൾ എന്തായി? ഞാൻ അന്നേ പറഞ്ഞേ ആ കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണ് നമുക്ക് വേണ്ടെന്ന്. പണ്ട് അവൻ സച്ചിയുടെ ബൈക്ക് മോട്ടിച്ചു, ഇപ്പോൾ അവൻ എൻ്റെ കാശ് മോട്ടിച്ചു. മൂത്തവളെ എങ്ങനെയെങ്കിലും ഓരോന്ന് കള്ളവും പറഞ്ഞ് കെട്ടിച്ചു വിട്ടു. ഇനി രണ്ടാമത്തവളെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയായിരിക്കും അനിയനെ കൊണ്ട് മോട്ടിക്കുന്നതെന്നൊക്കെ പറയും. അപ്പോഴത്തേക്ക് രവി ഒന്നും മിണ്ടത്തില്ല. രവിക്കൊന്നും എന്ത് പറയണമെന്ന് അറിയത്തില്ലല്ലോ. ന്യായം മൊത്തം അവരുടെ ഭാഗത്തില്ലേ. അപ്പോഴത്തേക്കാണ് നമ്മുടെ സച്ചി ലോങ് ട്രിപ്പെല്ലാം കഴിഞ്ഞ് വീട്ടിലോട്ട് വരുന്നത്. സച്ചി വന്നപ്പോഴും രവി മുഖമൊന്നും കൊടുക്കുന്നില്ല. ഉടനെ എന്താ വെച്ചാൽ എന്താ അനങ്ങാതിരിക്കുന്നത്? രേവതി എന്ത് പറ്റി? രേവതി ഇല്ലയോ ഇവിടെ? അവൾ വന്നില്ലേ പൂ കൊടുക്കാൻ പോയിട്ട്?
അപ്പോഴത്തേക്ക് അവർ ശ്രുതിയും കൂടെ ചിരിക്കുകയാണ്. അവൾക്ക് എന്തെങ്കിലും പറ്റും എന്താ വെച്ചാൽ. അപ്പോഴത്തേക്ക് രവി ഒന്നും മിണ്ടത്തില്ല. അപ്പോൾ നീ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലെന്ന് ശ്രുതി ചോദിക്കും. എന്ത് കാര്യം? നിനക്ക് എപ്പോഴും ഞാൻ ഓട്ടക്കാരനാണ്, ഞാൻ പണം മൂട്ടിക്കുന്നവനാന്ന് പറഞ്ഞ് നീ എന്നെ കളിയാക്കുമായിരുന്നല്ലോ. നീ ഈ വീഡിയോ നോക്കിയെന്ന് പറഞ്ഞു. വീഡിയോ നോക്കുമ്പോൾ എന്തോ കാണുന്നത് ശരത്ത് ചന്ദ്രമതിയുടെ കയ്യിലെ ബാഗ് അടിച്ചുകൊണ്ട് പോകുന്ന സീനാണ് കാണുന്നത്. അപ്പോഴത്തേക്ക് സച്ചി അങ്ങ് ഷോക്കായി നിൽക്കുകയാണ്. എന്തോ പറയണമെന്നറിയത്തില്ല. ഒന്നും പറയാത്ത രീതിയിൽ സച്ചി ഇങ്ങനെ കുനിഞ്ഞു നിൽക്കുകയാണ്. ശേഷം എല്ലാവരും ചേർന്ന് സച്ചിയെ നല്ല രീതിയിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. രവിയും ചന്ദ്രമതിയും എല്ലാവരും അവരവരുടെ ഭാഗം പറയുകയാണ്. അതിനുശേഷം സച്ചി നേരെ ലക്ഷ്മിയുടെ വീട്ടിലോട്ട് വരികയാണ്. അവിടെ ചെല്ലുമ്പോൾ അവിടെ രേവതിയും ലക്ഷ്മിയും ദേവുവും ഒക്കെ നിൽപ്പുണ്ട്. എല്ലാവരും അവിടെ നിന്ന് കരയുക തന്നെയാണ്. ആ സമയത്ത് സച്ചിയെ കാണുന്നതും രേവതി ഓടി വന്ന് കെട്ടിപ്പിടിച്ചാൽ കരയും. സച്ചിയേട്ടാന്ന് പറഞ്ഞ കാര്യം. രേവതി നീ കരയാതെ രേവതി. എന്നാൽ സച്ചിയേട്ടൻ എന്തിനാ എന്നോട് ഇതെല്ലാം മറച്ചു വെച്ചത്? അവനാണ് അമ്മയുടെ പണം ഓടിച്ചതെന്നുള്ള കാര്യം എന്താ എന്നോട് പറയാഞ്ഞ്? അത് രേവതി അതെല്ലാം കഴിഞ്ഞ കാര്യമില്ല, ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവൻ മോട്ടിച്ചതൊന്നും അല്ല. അന്ന് വീട്ടിൽ വന്ന സമയത്ത് അവനെ കള്ളനെന്ന് പറഞ്ഞ് അമ്മയും സുധിയും എല്ലാം ഒരുപാട് ആക്ഷേപിച്ചു. അപ്പോൾ അപ്പോഴത്തെ ദേഷ്യത്തിന് അവൻ ആൻ്റണിയുടെ കൂടെ ചേർന്ന് ചെയ്തതാണ് അത്. ആ വീഡിയോ സച്ചിയേട്ടൻ്റെ കയ്യിലുള്ള കാര്യം സച്ചിയേട്ടൻ പറഞ്ഞില്ലല്ലോ. അത് പറഞ്ഞിട്ട് എന്തിനാ പിന്നെയും നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കാനോ? അവനിപ്പോൾ അങ്ങനൊന്നും ചെയ്യുന്നില്ല. അതെല്ലാം കഴിഞ്ഞു പോയ കാര്യം. ഇപ്പോൾ അവൻ നല്ലോണം പഠിക്കുന്നുണ്ട്, ഉത്തരവാദിത്തം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞു. അത് കഴിഞ്ഞില്ല സത്യേട്ടാ, അമ്മ പരാതി കൊടുക്കുമെന്നാണ് പറയുന്നത്. ഇനി അവൻ്റെ ഭാവി എന്താവും? അപ്പോൾ ലക്ഷ്മിയും വന്ന് എന്നോട് ക്ഷമിക്കും മോനെ, അന്ന് നീ അവൻ്റെ കാല് തല്ലി ഓടിച്ച സമയത്ത് ഞാൻ ഒരുപാട് തെറ്റിദ്ധരിച്ച് നിന്നെ എന്തെല്ലാം ഞാൻ പറഞ്ഞതാണ്. അതൊന്നും സാരമില്ല അമ്മ, എനിക്കറിയാം അമ്മയുടെ അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ അമ്മ പറഞ്ഞതാണ്. അതൊന്നും സാരമില്ല. എന്നാലും അവൻ്റെ ജീവിതം എന്തോ സത്യേട്ടാ, അമ്മ പരാതി കൊടുത്തു കഴിഞ്ഞ് അവന് പോലീസുകാർ പിടിച്ചുകൊണ്ട് പോകത്തില്ലേ എന്നൊക്കെ പറയും. എന്നാലും ഈ വീഡിയോ എങ്ങനെ സത്യേട്ടാ പുറത്ത് പോയെന്നൊക്കെ ദേവ് ചോദിക്കും. എൻ്റെ ഫോണിൽ കിടന്ന വീഡിയോ ആണിത്. എൻ്റെ ഫോൺ മിസ്സിങ് ആയി. ഫോൺ ആരുടെ കൈ കിട്ടിയോ അവരാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തേക്കുന്നതെന്ന് പറയും. ഇത് കേൾക്കുന്ന സച്ചി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് 2 പോലീസുകാർ സച്ചിയുടെ വീട്ടിലോട്ട് വരും. ഇത് ശരത്തിൻ്റെ വീടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. പറയും ശരത്ത് ഇവിടെ ഉണ്ടെന്ന് പറയും. എന്താ സാർ കാര്യം? കാര്യമൊക്കെ അറിഞ്ഞില്ലയോ? അവൻ്റെ വൈറലായ ഒരു വീഡിയോ ഇപ്പം ഉണ്ടല്ലോ, അത് അറിയത്തില്ലേ അവൻ എന്ത് തെറ്റാ ചെയ്തേക്കുന്നത്? അവനൊരു സ്ത്രീയുടെ കയ്യിൽ നിന്ന് പണം മോട്ടിച്ചുകൊണ്ട് പോയവനാണ്. സാറേ, ആ പറയുന്ന സ്ത്രീ എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മയുടെ പണമാണ് അവൻ മോട്ടിച്ചതെന്ന് പറയും. അപ്പോൾ തനിക്കൊരു പരാതിയില്ല തൻ്റെ അമ്മയുടെ പണം മോട്ടിച്ചിട്ട്? സാറേ, എൻ്റെ വൈഫാണിത്, വൈഫിൻ്റെ ആങ്ങളെയാണ് അവൻ. എൻ്റെ വീട്ടുകാരും അവളുടെ വീട്ടുകാരും തമ്മിൽ അത്ര നല്ല ചേർച്ചയില്ലല്ല. അപ്പോൾ എന്തെങ്കിലും ചെറിയ കാര്യം ഉണ്ടെങ്കിൽ തന്നെ അമ്മ അത് വലിയ വിഷയമാക്കും. അപ്പോൾ അതിൻ്റെ പേരിലാണ്. ഞങ്ങൾക്ക് പരാതിയൊന്നുമില്ല. അത് താൻ പറഞ്ഞാൽ പോരാ, തൻ്റെ അമ്മയുടെ പണമാണ് അവൻ മോട്ടിച്ചത്. അതുകൊണ്ട് തൻ്റെ അമ്മ വന്ന് സ്റ്റേഷനിൽ പരാതി ഒപ്പിട്ട് തരണമെന്ന് പറയും. എന്തായാലും ഞാൻ അമ്മയുടെ പറയാം സാറേ, എന്തായാലും അവനെ കണ്ടിട്ട് ഞങ്ങൾ പോകത്തുള്ളൂ എന്ന് പറയും. അപ്പോൾ സച്ചി പറയും അവനിവിടെ ഉണ്ടായിരുന്നു സാർ, അവൻ പുറത്തോട്ട് പോയിരുന്നതാണ്. അവൻ ഇനി വേറെ ആരുടെയെങ്കിലും പണം പിടിച്ചു പറിക്കാൻ വേണ്ടി പോയതായിരിക്കും. സാർ പ്ലീസ് ഇങ്ങനൊന്നും പറയരുത്. അവൻ മുമ്പ് അങ്ങനെ ഒരു ക്രൈം ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ അവൻ കോളേജിൽ പഠിക്കുന്ന പയ്യനാണ്, അവനൊരു തെറ്റും ചെയ്യത്തില്ല. ഇതൊക്കെ തനിക്കങ്ങനെ അറിയാം. സാറാ, ഞാൻ അവൻ്റെ അളിയനാണ്. എൻ്റെ ഫോണിലായിരുന്നു വീഡിയോ ഉണ്ടായിരുന്നത്. അതെങ്ങനെയാണ് അത് നഷ്ടപ്പെട്ടു പോയെന്ന് എനിക്കറിയത്തില്ല. ഫോൺ മിസ്സിങ് ആയിരുന്നു. ഞാൻ സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പോലീസുകാരോട് പറയും. അവൻ വന്നു കഴിഞ്ഞാൽ അവനെ ഞാൻ തന്നെ സ്റ്റേഷനിലോട്ട് കൊണ്ടുവരാമെന്ന് പറയും. ശരി എന്ന് പറഞ്ഞുകൊണ്ട് പോലീസുകാരങ്ങ് തിരിച്ചു പോവുകയാണ്. ആ സമയത്ത് രേവതി ശരത്ത് ഇവിടെ ഉണ്ടായിരുന്നു. അവൻ ആൾക്കാരെ ഫേസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവൻ എങ്ങോട്ടെങ്കിലും പോയി നിൽക്കുമായിരിക്കും. ശരത്തെ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി നോക്കുന്നുണ്ട്. ആ സമയത്ത് ശരത്തിനെ അവിടെ നിന്നും കാണത്തില്ല. അങ്ങനെ അവൻ ടെറസിന് മേലോട്ട് കയറി നോക്കുന്ന സമയത്ത് ശരത്ത് അവിടെ ടെറസിന് മേളിൽ പതുങ്ങിയിരിക്കുകയാണ്. എൻ്റെ അടുത്തോട്ട് ആരും വരരുത്, എനിക്കിനി ജീവിക്കണ്ട, ഞാൻ കാരണം എൻ്റെ ചേച്ചിയുടെ ജീവിതം നശിച്ചു, എന്നെ പോലീസ് പിടിച്ചുകൊണ്ട് പോകും, എൻ്റെ ജീവിതം പോയി എന്നൊക്കെ പറഞ്ഞ് ശരത്ത് കരഞ്ഞുകൊണ്ട് ടെറസിൽ നിന്ന് ചാടാൻ പോകാൻ നിൽക്കുകയാണ്. അപ്പം പെട്ടെന്ന് ഓടി വന്നിട്ട് സച്ചി പറയും, ശരത്തെ നീ വെറുതെ അബദ്ധമൊന്നും കാണിക്കരുത്, നീ പഠിച്ചവനില്ലേ, ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? നിനക്കൊരു തെറ്റ് സംഭവിച്ചു പോയി, അത് ക്ഷമിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഇനി നീ അത് ആവർത്തിക്കത്തില്ലെന്ന് പറയാം, നമുക്കതിന് പരിഹാരം എന്തെങ്കിലും ചെയ്യാം, നീ വെറുതെ ഇവിടെ ചാടാൻ ശ്രമിക്കരുത്. സച്ചി താഴോട്ട് നോക്കുമ്പോൾ വളരെ പൊക്കം കുറഞ്ഞ വീടല്ലയോ. അപ്പോൾ നീ ഇവിടുന്ന് ചാടി നിൻ്റെ കൈയും കാലും ഒടിഞ്ഞ് കിടക്കത്തേ ഉള്ളൂ. മുമ്പ് അറിയാമല്ലോ നിൻ്റെ കൈയും കാലും ഒടിഞ്ഞ് കിടന്ന സമയത്ത് നീ അനുഭവിച്ച ബുദ്ധിമുട്ട്. വെറുതെ അബദ്ധങ്ങളൊന്നും കാണിക്കരുത്, നീ അവിടെ നിന്ന് ഇറങ്ങി വാ, ഞാൻ നിന്നോട് സംസാരിക്കട്ടെ എന്ന് പറയും. അത് ഇല്ല സച്ചിയേട്ടാ, ഞാനിനി ജീവിക്കത്തില്ലെന്ന് പറയും. പറയാം പോലീസുകാരെങ്ങാനും ഇനി വരുമോ സച്ചിയേട്ടാ ഇങ്ങോട്ടൊന്ന് ദേവ് ചോദിക്കും. പോലീസ് വന്നോ? ദേവ് നീ അവനെ വെറുതെ പേടിപ്പിക്കാമെന്ന് പറഞ്ഞോട് സച്ചി വന്ന് ശരത്തിൻ്റെ കാലിലങ്ങ് പിടിക്കുകയാണ്. അപ്പോഴത്തേക്ക് കാലിൽ പിടിച്ചങ്ങ് താഴോട്ടങ്ങ് ആക്കും. അപ്പോഴത്തേക്ക് പറയും, ശരത്തെ നിനക്കൊരു തെറ്റ് സംഭവിച്ചു പോയി, നമുക്കതിന് എന്തെങ്കിലും പരിഹാരം ചെയ്യാം, നീ പേടിക്കാതെ, പോലീസുകാർ നിന്നെയൊന്നും ചെയ്യത്തില്ല, നിൻ്റെ ഭാവിയൊന്നും പോകത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി താഴോട്ട് വന്ന് രേവതിയോടും ശരത്തിനോടും സംസാരിക്കുന്നുണ്ട്.
രേവതി നമുക്കൊരു കാര്യം ചെയ്യാം, തൽക്കാലം ഇവനെ ഇവിടെ നിർത്തണ്ട, നമുക്ക് ഇവനെ മാറ്റി നിർത്താൻ തുടങ്ങി. ഇങ്ങോട്ട് സച്ചേട്ടാ, നീ എൻ്റെ കൂടെ വാ, വീട്ടിലോട്ട് ഞാൻ വരുത്തില്ല സച്ചേട്ടാ. വീട്ടിൽ വന്ന അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്നത് ഞാൻ വീട്ടിൽ കയറരുതെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്നെ കണ്ട അമ്മ വീട്ടിലോട്ട് കയറ്റത്തില്ലെന്ന് പറയും. നീ എൻ്റെ ഭാര്യയല്ലേ, എൻ്റെ കൂടെ എൻ്റെ വീട്ടിലോട്ട് വരുന്നതുകൊണ്ട് നിനക്കൊരു പ്രശ്നം സംഭവിക്കത്തില്ല, നീയും വാ ശരത്തേന്ന് പറയും. അങ്ങനെ ശരത്തിനെ കൊണ്ടുപോയി ഈച്ചയുടെ വീട്ടിലാക്കും. ഈച്ചയെടുത്ത് കാര്യങ്ങളൊക്കെ പറയും. ഇങ്ങനെ സംഭവമുണ്ട്, പോലീസുകാർ ഇവനെ അന്വേഷിച്ച് നടക്കും. ഇപ്പോഴത്തെ അവസ്ഥയിൽ പോലീസുകാരുടെ കിട്ടിയാൽ ഇവന് ജാമ്യം പോലും കിട്ടത്തില്ല. തൽക്കാലം കുറച്ച് ദിവസം നീ ശരത്തിനെ നിൻ്റെ വീട്ടിൽ നിർത്തണം. അതിനുശേഷം ഞാൻ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയട്ടെ, അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ നിന്നെ വിളിക്കാമെന്ന് പറയും. അപ്പോൾ ചോദിക്കും, നീ എനിക്ക് വേണ്ടി ഉപകാരം ചെയ്യണം. അതെന്താ സച്ചി നീ അങ്ങനെ പറഞ്ഞത്? രേവതി എനിക്കെൻ്റെ സ്വന്തം പെങ്ങളെ പോലെ തന്നെ, രേവതിയുടെ ആങ്ങളെ എൻ്റെ ആങ്ങളെയല്ലേ. നീ എന്തായാലും വിവരങ്ങളൊക്കെ അന്വേഷിക്കുക, അതുവരെ ശരത്ത് എൻ്റെ കൂടെ എൻ്റെ വീട്ടിൽ നിൽക്കും, നീ ഒന്നും പേടിക്കേണ്ടെന്ന് പറയും. അങ്ങനെ അവരെല്ലാവരും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നിടത്താണ് നമ്മുടെ നാളത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ കഥ ഇഷ്ടമായ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.